ഇന്നൊരു കൈപ്പക്ക തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 2-3 കൈപ്പക്ക ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു സവാള ചെറുതായി മുറിച്ചതും ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതിലേക്ക് കൈപ്പക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വരും. അതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് ഉപ്പിടാം. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. അതായത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. എരിവുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് മതിയാവും. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. ടോട്ടലപ്പം 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഈ കൈപ്പക്ക വേവിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നല്ലോണം ഇത് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അവസാനം 1/2 കപ്പ് തേങ്ങ ചിരകിയിടാം. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചിടാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം അടിപൊളി കൈപ്പക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.